ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നഗരസഭയിൽ കോൺഗ്രസിനെ ഇക്കുറി അടിപതറി. തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം നഗരസഭയിൽ കോൺഗ്രസിനെ ഇക്കുറി അടിപതറിപ്പോയി. നിലവിൽ കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് വാർഡുകളാണ് കോൺഗ്രസിന് നഷ്ടമായത്. തെന്നടി ബസാർ, തോട്ടക്കര പോസ്റ്റ് ഓഫീസ് വാർഡുകൾ BJP പിടിച്ചെടുത്തപ്പോൾ പല്ലാർമംഗലം പോസ്റ്റൽ ക്വാർട്ടേഴ്സ് വാർഡ് CPM പിടിച്ചെടുത്തു. 4 വാർഡുകൾ നഷ്ടപ്പെട്ടതോടെ BJP പ്രതിപക്ഷത്തേക്ക് എത്തുകയും ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന അപാകതയാണ് പരാജയത്തിന് കാരണമെന്ന ആരോപണത്തെ പാടെ തള്ളുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ NK ജയരാജൻ. വാർഡ് കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു വന്ന പേരുകളാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നും പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് DCC സ്ഥാനാർത്ഥി പട്ടിക അംഗീകരിച്ചതെന്നും NK ജയരാജൻ പറഞ്ഞു. കൃത്യമായ രീതിയിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് വാർഡ് തലങ്ങളിൽ യോഗം ചേർന്ന് വാർഡിൽ നിന്നും കിട്ടുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം അത് പരമാവധി വാർഡിൽ തന്നെ ചുരുക്കി ഒറ്റ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഉള്ള പേരുകൾ ഒറ്റപ്പാലത്തെ കോർ കമ്മിറ്റി, അസംബ്ലി കോർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ആ കോർ കമ്മിറ്റി പ്രതിനിധികൾ ഇരുന്ന് ചർച്ച ചെയ്തിട്ടാണ് അന്തിമ ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് സമർപ്പിക്കുകയും ഇവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള പോരായ്മകൾ ജില്ലാ കമ്മിറ്റി പരിഹരിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ RSS BJP പ്രവർത്തകരെ കൂട്ടുപിടിച്ച് ചിലർ നടത്തിയ പരാമർശം കോൺഗ്രസിന്റെ വോട്ട് കുറച്ചതായും കോൺഗ്രസിനുള്ളിൽ നിന്ന് കൊണ്ട് കോൺഗ്രസിനെ പലരും തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും NK ജയരാജൻ ആരോപിച്ചു. സംഘപരിവാറുമായി ഒളിഞ്ഞും തെളിഞ്ഞും ബന്ധമുള്ള ഒറ്റപ്പാലത്തെ RSSകാരൻ പോലും പറയാൻ മടിക്കുന്ന തരത്തിലുള്ള വർഗീയ വിഷം വിളമ്പി നടക്കുന്ന ചില ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട്, RSSകാരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ പ്രവർത്തിക്കുവാനും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാനും പ്രസ്ഥാനത്തെ ആക്രമിക്കുവാനും ശ്രമിച്ച ചില ആളുകളുണ്ട്. ആ ആളുകളുടെ ചില തെറ്റായ പ്രചരണങ്ങളിൽ, തെറ്റിദ്ധാരണകളുടെ ഭാഗമായി ചില ആളുകൾ പാർട്ടിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചവർ ഒന്നും പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും പിന്നിൽ നിന്നും കുത്തിയവർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണോ അവരൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഉണ്ടാവാൻ പോകുന്നില്ല. വരും ദിവസങ്ങളിൽ ഇത്തരം ആളുകൾക്കെതിരെ, പാർട്ടിയെ പിന്നിൽ നിന്നും കുത്തിയവർക്കെതിരെ, സ്ഥാനാർത്ഥിയുടെ കൂടെ നടന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത് പോലെ നടന്ന് പിന്നിലൂടെ പോയി വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് നടന്നിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞ് മൊബൈലിലൂടെ സംസാരിച്ചതിൻ്റെ വോയിസുകൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടായിരിക്കും. കൈവിട്ടുപോയ സീറ്റുകൾ തിരിച്ചു പിടിക്കുമെന്നും NK ജയരാജൻ പറഞ്ഞു. കോൺഗ്രസ് 4 സീറ്റിൽ പരാജയപ്പെട്ടു, ശരിയാണ്. അത് പ്രാദേശികമായിട്ടുള്ള ചില പോരായ്മകൾ ചില ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയെ തോൽപ്പിക്കാൻ നടന്ന ആളുകൾ, അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നഗരസഭയുടെ ഭരണം പോലും അട്ടിമറിച്ചിട്ടുള്ളതായ ആളുകൾ, അവരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില ആളുകൾ നടത്തിയിട്ടുള്ള ചില ശ്രമങ്ങൾ, അതിലൂടെ ചില ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതിൻ്റെ ഭാഗമായി ചില സീറ്റുകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അതിന് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകുന്നതാണ്. അതിലൂടെ തന്നെ കോൺഗ്രസിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും.